ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് മെറ്റീരിയലിനെ പരിചയപ്പെടുത്താൻ. ഓക്കെ, ഇത് ബ്ലെൻഡിങ് തിന്നർ, അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതിനെപ്പറ്റി അധികം വിശദീകരിക്കണ്ടല്ലോ. പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം. രണ്ടാമത്തേതാണ് സിലിക്കൺ റിമൂവർ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നാട്ടിൽ പറയുന്ന ഡിഗ്രീസർ. പിന്നെ ഇതും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പിന്നെ ഇതിനെക്കൊണ്ടുള്ള ഗുണം ഓയിൽ അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ തുടച്ചാൽ പോകുന്നുള്ളത്, അതുപോലെ പൊടികൾ എല്ലാം. പക്ഷേ ഇത് ഇപ്പം കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ സിലിക്കൺ റിമൂവർ ഇടുമ്പോൾ അതിനൊരു പ്രത്യേകമായിട്ട് ഇടേണ്ട ഒരു സംവിധാനമുണ്ട്. ശരിക്ക് 2 കോട്ടൺ ക്ലോത്താണ് വേണ്ടത്. ഒരു ക്ലോത്തിൽ കൊണ്ട് നനച്ചിടുക, രണ്ടാമത്തെ ക്ലോത്തിൽ തുടച്ചെടുക്കുക. നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ സിലിക്കൺ റിമൂവറിൽ വെച്ചിട്ട് ഇട്ടിട്ട് പിന്നെ തുടക്കാൻ നിൽക്കില്ല ചിലപ്പം. അപ്പോൾ നല്ലോണം നനച്ചിട്ട് കഴിഞ്ഞാൽ എന്താവും, അത് ആറിക്കഴിഞ്ഞാൽ 2K പെയിൻറ്റ് പോലെയും അല്ലെ ബേസ് കുറച്ച് ലൂസായി പോയാലും അതിൻ്റെ കല അങ്ങനെ എടുത്ത് കാണിക്കും. 2K പെയിൻറ്റിലാണ് കുറച്ച് പ്രശ്നം തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ഇതാണ് ആൻറ്റി സിലിക്കൺ. ഇത് അധികാരിക്കും ചിലപ്പം പരിചയം ഉണ്ടാവില്ല. ആൻറ്റി സിലിക്കൺ എന്ന് പറയും. ഇത് പിന്നെ ടിന്ന് മേടിച്ച് 1 ലിറ്റർ ഒന്നും വാങ്ങിയാക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ 1 ലിറ്റർ ഒരു 10 മില്ലി ആയിട്ട് ഇറ്റിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിനെക്കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മളിത് 2K പെയിൻറ്റിലെല്ലാം ഇറ്റിച്ച് കഴിഞ്ഞാൽ 1 ലിറ്ററിന് ഒരു 10 മില്ലി ഇറ്റിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ നമ്മളെ ഓയിൽ സ്പോട്ടെല്ലാം കുറക്കും. ഇത് കൂട്ടുന്നതിന് കണക്കായിട്ട് അത് മാറ്റായി പോകും. ഇതിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് ഇടാം. അടുത്തതാണ് ഫ്ലിപ്പ് റെഗുലേറ്റർ എന്ന് പറയുന്ന സാധനം. ഇത് ഫ്ലിപ്പ് റെഗുലേറ്റർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതൊരു പേളെല്ലാം അടിക്കുമ്പോൾ മെറ്റാലിക്കെല്ലാം കുറച്ചിട്ടാൽ പിന്നെ നല്ല എടുത്ത് കാണിക്കും അതിൻ്റെ തരികളും മെറ്റലെല്ലാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനം ഇതും അതുപോലെ തന്നെ കൂടുതൽ മേടിച്ച് വെച്ചിട്ട് ചിലപ്പോൾ മൂടിയെല്ലാം ലേശം ലൂസായി പോയെങ്കിൽ പൗഡർ പോലെ ആയിപ്പോവും. ഈ മേലെ ഭാഗം കണ്ട ശരിക്കും പൊടി പോലെ ഉപ്പ് പോലെ ആയിപ്പോവും. ഇതിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് ഇടുന്നുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളാം. ഓക്കെ.